ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിനെ കുറിച്ചിട്ടാണ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഇൻ്റർഫേസിന് മുകളിലായി മെനു ബാർ ഉണ്ട്. ഈ ഫയൽ മുതൽ വിൻഡോ വരെയുള്ളതിനെ മെനു ബാർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് ക്രിയേറ്റ് ന്യൂ, ഓപ്പൺ എന്ന രണ്ട് ഓപ്ഷൻസ് കൂടിയാണുള്ളത്. ഫോട്ടോഷോപ്പ് രണ്ട് രീതിയിലായിട്ടാണ് ഉപയോഗിക്കുന്നത്: വിഷ്വൽ മീഡിയ, പ്രിൻറ്റിംഗ് മീഡിയ എന്നിവ. വിഷ്വൽ മീഡിയ എന്ന് വെച്ചാൽ നമ്മൾ ഫോണിലുള്ള വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ളതിന് ഉപയോഗിക്കുന്നതും, പ്രിൻറ്റിംഗ് മീഡിയ എന്തെന്ന് വെച്ചാൽ മാഗസിൻ, ബ്രോഷർ, നോട്ടീസ് അതുപോലെ പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതുമാണ്. ഇനി നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നോക്കുന്നത്. അതിനായിട്ട് ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറയാനായിട്ടായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യമായിട്ടുള്ളത് റീസെൻ്റ് ആണ്. റീസെൻ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള സൈസ് ആയിരിക്കും. പിന്നീടുള്ളത് സേവ്ഡ് ആണ്. സേവ്ഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സൈസ് ആണ്. പിന്നെയുള്ളത് ഫോട്ടോ ആണ്. ഫോട്ടോ എന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന സൈസ് ആണ്. പിന്നീടുള്ളത് പ്രിൻ്റ് ആണ്. പ്രിൻ്റ് എന്ന് വെച്ചാൽ A4, A5 അതുപോലെ പ്രിൻ്റ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള സൈസ് ആണ്. അതുപോലെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇനി കസ്റ്റമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീസെറ്റ് ഡീറ്റെയിൽസ് യൂസ് ചെയ്യാം. പ്രീസെറ്റ് ഡീറ്റെയിൽസ് ഇവിടെ സൈഡിലായിട്ടാണ് ഉള്ളത്. ഇനി പ്രീസെറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ആദ്യമുള്ളത് അതിൻ്റെ പ്രൊജക്റ്റ് നെയിം കൊടുക്കാനാണ്. അതെന്തെന്ന് വെച്ചാൽ കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ടുള്ളത് പിക്സൽസ്, ഇഞ്ചസ്, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ അതുപോലെയുള്ള ഓപ്ഷൻസ് ആണ്. അതിൽ വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ പിക്സൽസും, പ്രിൻറ്റിംഗ് മീഡിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇഞ്ചസ് ആൻഡ് സെൻറ്റിമീറ്ററുമാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് പിക്സൽസ് ഇപ്പോൾ എടുക്കാം. അതിൻ്റെ സൈഡിലായിട്ട് വരുന്നത് വിഡ്ത്ത്, ഹൈറ്റ് എന്ന രണ്ട് ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ അതിൽ നമുക്ക് ഒരു പോസ്റ്റർ സൈസ് കൊടുക്കാം. പിന്നീടുള്ളത് ഓറിയൻറ്റേഷൻ ആണ്. ലാൻഡ്സ്കേപ്പ്, പോർട്രൈറ്റ് എന്നിങ്ങനെ. വിഡ്ത്തും ഹൈറ്റും കൊടുക്കുമ്പോൾ തന്നെ അത് മാറുന്നുണ്ട്. നിങ്ങൾക്കത് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ആക്കാവുന്നതുമാണ്. അതിൻ്റെ താഴെയായിട്ടുള്ളത് റെസൊല്യൂഷൻ ആണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ്. വിഷ്വൽ മീഡിയയിലാണെങ്കിൽ 300ഉം പ്രിൻറ്റിംഗ് മീഡിയയിലാണെങ്കിൽ 72 ഉള്ളത്. അതിൻ്റെ സൈഡിലായിട്ടുള്ളത് വാല്യൂ ആണ്. പിക്സൽ ബാർ ഇഞ്ച്, പിക്സൽ ബാർ സെൻറ്റിമീറ്റർ എന്നിങ്ങനെ. പിക്സൽ ബാർ സെൻറ്റിമീറ്റർ കറക്റ്റ് വാല്യൂ അല്ലാത്തതുകൊണ്ട് പിക്സൽ ബാർ ഇഞ്ചാണ് ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ താഴെയായിട്ടുള്ളത് കളർ മോഡാണ്. ഗ്രേ സ്കെയില്, RGB, CMYK എന്നിങ്ങനെ. ഗ്രേ സ്കെയില് എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും, RGB എന്നാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ, CMYK എന്നാൽ സിയാൻ, മെജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നിങ്ങനെയുമാണ്. വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ RGBയും, പ്രിൻറ്റിംഗ് മീഡിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഗ്രേ സ്കെയിൽ ആൻഡ് CMYKയുമാണ് യൂസ് ആക്കാറുള്ളത്. അതിൻ്റെ സൈഡിലായിട്ടുള്ളത് കളർ ഡെപ്ത് ആണ്. അത് 8 ബിറ്റ് തന്നെ കൊടുക്കാം. അതിൻ്റെ താഴെയുള്ളത് ബാക്ക്ഗ്രൗണ്ട് കണ്ടൻസ് ആണ്. അതിപ്പോൾ വൈറ്റിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആണ് വേണ്ടതെങ്കിൽ ട്രാൻസ്പെറൻസും കൊടുക്കാവുന്നതാണ്. ഇനി ചെയ്ത പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യാൻവാസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പേജാണ് അതിൽ കാണാൻ പറ്റുന്നത്. ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് ഫയൽ മുതൽ വിൻഡോ വരെ മെനു ബാറാണുള്ളത്. അതേപോലെ അതിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൂൾസും കാര്യങ്ങളുമാണ്. റൈറ്റ് സൈഡിൽ പാനൽസുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഫയലിലായി സേവ് ആസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫയൽ നെയിം എന്താണെന്ന് കൊടുക്കാം. ഇപ്പോൾ പ്രൊജക്റ്റ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫയൽ നെയിം എന്താണോ അത് കൊടുക്കാം. ശേഷം താഴെ സേവ് ആസ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറേ ഓപ്ഷൻസ് കാണാനുണ്ട്. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പ് ഫയലായിട്ടാണ് ആദ്യം സേവ് ചെയ്യുന്നത്. അതിനാണ് ഫോട്ടോഷോപ്പ് PST, PDD, PSDT എന്നുള്ള ഓപ്ഷന്. അതുപോലെ ഇമേജായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ JPG എന്നുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ PNG ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ PNG, PDF വേണമെന്നുണ്ടെങ്കിൽ PDF ആയിട്ടുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് ഫയലായിട്ട് സേവ് ചെയ്യാം. സേവ് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു ഇമേജ് ആയിട്ട് എങ്ങനെ സേവ് ചെയ്യുന്നതാണെന്ന് നോക്കാം. അതിനായിട്ട് ഫയൽ, എക്സ്പോർട്ട് ആസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫയൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഫോർമാറ്റ് JPG ആണോ അല്ലെങ്കിൽ PNG ആണോ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ JPG ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ JPG കൊടുക്കാം.
ക്വാളിറ്റി, അതുപോലെ ഇമേജ് സൈസ് അതൊക്കെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. അവ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനുശേഷം എക്സ്പോർട്ട് കൊടുക്കാം. നിങ്ങളുടെ ഫയലിൽ അത് സേവ് ചെയ്യാം. ഇപ്പോൾ അത് നിങ്ങളുടെ ഫോൾഡറിലായിട്ട് സേവ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും.